ഹലോ, ഇന്നൊരു ഹോട്ടൽ റിവ്യൂ ആണ് പോസ്റ്റ് ചെയ്യുന്നത്. അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് എൻ്റെ സ്റ്റേ ഇന്ന് ബാംഗ്ലൂരാണ്. റമദയിലാണ് എൻ്റെ സ്റ്റേ. ഇന്ന് ഞാൻ തിരിച്ച് ബാംഗ്ലൂരിൽ നിന്ന് കൊച്ചിയിലേക്ക് പോവേണ്ടതായിരുന്നു. എൻ്റെ ഫ്ലൈറ്റ് ഡിലേ ആയപ്പോൾ അവരെനിക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹോട്ടൽ സ്റ്റേ തന്നു. ഫസ്റ്റ് ടൈമാണ് ബാംഗ്ലൂർ എനിക്ക് റമദ കിട്ടുന്നത്. വ്യൂ നല്ല രസമുണ്ടായിരുന്നു. നല്ല പച്ചപ്പ് നിറഞ്ഞ മനസ്സിന് കുളിർമയുള്ള നല്ലൊരു വ്യൂ. എൻ്റെ കയ്യിലൊരു ചെക്കിൻ ബാഗും ഉണ്ട്, ഒരു ക്യാബിൻ ബാഗും ഉണ്ട്. ഞാൻ വീഡിയോ എടുക്കണ കണ്ടപ്പോൾ ഒരു സ്റ്റാഫ് എന്നെ ഹെൽപ്പ് ചെയ്യാണ്. ഞാൻ അവരോട് സംസാരിച്ചപ്പോൾ ഇത് അവൻ്റെ പാർട്ട് ടൈം ജോബാണ്. ഹാർഡ് വർക്ക് ചെയ്യുന്ന എല്ലാവരോടും എനിക്ക് ഭയങ്കര റെസ്പെക്റ്റാണ്. ഞാൻ അവരെ ഭയങ്കരമായിട്ട് മോട്ടിവേറ്റ് ചെയ്യും. റീസൺ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനും ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടാണ് ക്യാബിൻ ക്രൂ ആയത്. ഞാൻ ഏത് ഹോട്ടലിൽ ചെക്കിൻ ആയാലും ആദ്യം പോയി ചെക്ക് ചെയ്യണത് വിൻഡോ ആയിരിക്കും. ഇന്നെനിക്ക് പൂൾ സൈഡ് വ്യൂ ആണ്. കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് ഞാൻ അങ്ങനെ ഉറങ്ങാനുള്ള ഒരു പ്ലാനിലായിരുന്നു. നല്ല ഉറക്കം വരുന്നുണ്ടായിരുന്നു. ഒരു ഫ്ലൈറ്റ് കഴിഞ്ഞ് വന്നതുകൊണ്ട് ഭയങ്കര ടയർഡായിരുന്നു. എനിക്കാണെങ്കിൽ ബെഡിൽ കിടന്നിട്ട് പിന്നെ അവിടെ നിന്ന് എണീക്കാനേ തോന്നുന്നുണ്ടായിരുന്നില്ല. ഒരു 2 ദിവസമെങ്കിലും സ്റ്റേ വേണമെന്ന് തോന്നി. കുറച്ച് നേരം ഞാൻ വീഡിയോ ഒക്കെ എടുത്തിട്ട് പിന്നെ ഞാൻ കിടന്നുറങ്ങി. ഉറക്കമൊക്കെ കഴിഞ്ഞ് കൊച്ചിയിലേക്ക് തിരിച്ചു പോകാൻ റെഡിയായി. ലഞ്ച് കഴിച്ചിട്ടാണ് ഞാൻ ഹോട്ടലിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തത്. ലഞ്ച് ബൊഫേ ആയിരുന്നു. ഒരുപാട് വെറൈറ്റി ഫുഡ് ഐറ്റംസ് ഉണ്ടായിരുന്നു. കുറച്ചൊക്കെ ഞാൻ ഫുഡ് കഴിച്ചുള്ളൂ. എനിക്ക് കൊച്ചിയിൽ എത്തിയിട്ട് എൻ്റെ റൂമിൽ എൻ്റെ കിച്ചണിൽ സ്വന്തമായിട്ട് കുക്ക് ചെയ്ത് എന്തെങ്കിലും കഴിക്കണം. 6 days ഒക്കെ കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ വീക്ക് ഓഫിന് വേണ്ടി കൊച്ചിയിലെത്തുമ്പോൾ എന്നെ ഏറ്റവും ഹാപ്പി ആക്കുന്നത് ഞാൻ കുക്ക് ചെയ്ത് എന്തെങ്കിലും കഴിക്കണതാണ്. എല്ലാവർക്കും ഓരോരോ ഇഷ്ടങ്ങളല്ലേ. ഇഷ്ടങ്ങൾക്കനുസരിച്ച് ജീവിക്കാൻ പറ്റുന്നതാണ് ജീവിതത്തിലെ ഏറ്റവും ഭാഗ്യമായിട്ട് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.